പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിനെക്കാട്ടി മുമ്പ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ പാക്കിംഗ് തുടങ്ങാൻ പോവാണ്. പാക്കിങ്ങിന് വേണ്ടി ഞങ്ങൾ ഈ ബാഗാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര സ്പേസ് ഉള്ള ബാഗാണ്, ട്രോളി ബാഗാണ്. ഞങ്ങൾ 2 day ട്രിപ്പാണ്, വയനാട്ടിലേക്കാണ് ഗൈസ്. അപ്പം പാക്കിങ് തുടങ്ങാം. നിങ്ങൾ ആരെങ്കിലും ഒരാൾ വയനാട്ടിലേക്ക് ഒരു വട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടോ. ഞങ്ങൾ കൂടുതലായിട്ടുള്ള ഡ്രസ്സാണ് ഞങ്ങൾ വെക്കാൻ പോകുന്നത്. ഇത് എന്റെ ഡ്രസ്സാണ്, ഇത് കനിയുടെ ഡ്രസ്സാണ് ഗായ്സ്. അപ്പൊ നമുക്ക് വെച്ച് നോക്കാം. കറക്റ്റ് നല്ല രസമുണ്ട് ഗായ്സ്. കനി ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. കനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങൾ നാളെ ഒരു ഞങ്ങൾ അവിടെ ചെന്നിട്ടുള്ള ഡ്രസ്സാണ് ഇത്. ഇത് എന്റേതാണ്. ഇത് കനിന്റെ നല്ല രസമുണ്ട് ഗായ്സ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അപ്പൊ നമുക്ക് എന്റെ വസ്തു വെക്കാം. ഇതെന്റെ ബാഗി ജീൻസും പിന്നെ ഒരു വൈറ്റ് ഷർട്ടാണ്. അപ്പൊ ഗായ്സ് ഞങ്ങൾ നൈറ്റ് ഡ്രസ്സും പിന്നെ ഒരു എക്സ്ട്രാ ഡ്രസ്സും വെച്ചിരിക്കണേ. അപ്പം ഞങ്ങൾ ആകെ കൊളാക്കിയിട്ടാണ് വെച്ചിരിക്കണേ. വെച്ച് ഒന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് ഒന്ന് കാണാം, ഫുള്ളായിട്ടൊന്ന് ഇത് കാണാം. ഓക്കെ ഗായ്സ്. അപ്പൊ ഗായ്സ് ഏകദേശം ഇത് റെഡി ആക്കണേ, കുറച്ചും കൂടി ഉള്ളൂ. അപ്പൊ ഗായ്സ് ഉമ്മച്ചിന് കുറച്ച് ഡ്രസ്സും കൂടി വെക്കാനുള്ളൂ. അപ്പൊ ഗായ്സ് ഏകദേശം എല്ലാതും റെഡി ആക്കണേ. നമ്മളൊരു ബാട്ടവലും എടുത്ത് വെച്ചിട്ട് അപ്പൊ ഗായ്സ് ഞങ്ങൾ ഇത് അടച്ചിട്ട് വേറെ ബാഗ് എടുക്കാൻ പോകുന്നത്. എന്നിട്ട് അതിലാണ് ഞങ്ങൾ സോക്സും ടവൽസും ഒക്കെ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ബാഗാണ് ഗായ്സ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഭയങ്കര രസമുണ്ട് കാണാൻ. ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ ഗായ്സ്. അപ്പൊ നമുക്ക് ഇതിലാണ് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തേക്കാൻ പോകുന്നത്. കുറച്ച് അലർട്ടുള്ള സാധനങ്ങളാണ്. ഇത് സോക്സ്, ഒരു ഷോൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഈ തണുപ്പായതുകൊണ്ട് അവിടെ നല്ല തണുപ്പാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ 2-3 സോക്സ് എടുത്തത്. അത് നിങ്ങളടുത്ത് വെക്കട്ടെ, വെയിറ്റ് ചെയ്യും, ഭയങ്കര ഇതാണല്ലോ. അപ്പൊ ഇത് കുറച്ച് വൈറ്റ്സ് ആണ്, മുഖമൊക്കെ റിഫ്രഷ് ആവാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ കുറച്ച് ഹാറ്റ്സ് ഇതാക്കിയിട്ട് അത് ഭയങ്കര അവിടെ തണുപ്പ് കൂടിയാലോന്ന് വിചാരിച്ചിട്ട്. ഓക്കെ. അപ്പൊ ഇത് കുറച്ച് ഗ്ലാസ്സസ് ആണ് ഗൈസ്. ഇതെന്റെ ഗ്ലാസ് ആണ്, ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് മറ്റേ ഇങ്ങനെ വെക്കണ സാധനം. നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇത് എനിക്ക് നല്ല ഇഷ്ടം. വണ്ടിയിലൊക്കെ പോകുമ്പോ ഞാനൊരു ഗ്ലാസ് എടുത്ത് നിൽക്കണേ. ഇത് ഗൈസ് മച്ചിന്റെ മേക്കപ്പ് കിറ്റ് ആണ്. ഇതിൽ കുറെ മേക്കപ്പ് സാധനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇത് കൂടി വെക്കാം. അതൊന്നും റെഡിയാണ് ഗൈസ്. ഇത് ഞങ്ങൾ ഇടാനുള്ള ഡ്രസ്സാണ്. പിന്നെ 3 ബാഗ്സും റെഡിയാണ്. പിന്നെ ബോട്ട്സും റെഡിയാണ്. അപ്പം ഞങ്ങളെ പാക്കിംഗ് ഒക്കെ തീർന്നിക്കണേ. അപ്പൊ നാളെ രാവിലെ കൊണ്ടുപോകാനുള്ള ചിക്കൻ കറി ഉണ്ടാക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പൊ ഗായ്സ് ഉമ്മച്ചി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ സവാളയും പച്ചമുളകും വഴറ്റാണ്. പിന്നെ തക്കാളി ചെറിയ പീസ് ആക്കിയത് ഇടുകയാണ്. ഇത് കൈമ പൊള്ളിയപ്പം എൻ്റെ കൈമ പൊള്ളി. അതുകൊണ്ടാണ് ഗൈസ് അങ്ങനെ ക്യാമറ അങ്ങനെ ആയത്. അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണ്ട കേട്ടോ. അപ്പം വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മറ്റേ ചിക്കൻ ഇട്ടു, മറ്റേ മസാലപ്പൊടികൾ ഇട്ടു, ചിക്കൻ ഇട്ടു. നല്ല മിക്സ് ചെയ്യാൻ കേട്ടോ.
പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങൾ അടച്ച് വെച്ചു കേട്ടോ. കുറച്ച് നേരത്തിന്. ചിക്കൻ കറി റെഡി ആയിരിക്കണം. അപ്പം നമുക്ക് നാളേക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ചെറിയ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ചെറിയ സ്വീറ്റൊക്കെ തിന്നണമല്ലോ. അപ്പോൾ ഞങ്ങൾ കസ്റ്റർഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഞങ്ങൾ അതിന് വേണ്ടി 2 ലിറ്റർ പാലാണ് തരുന്നത്. അതിന് കുറച്ച് പാല് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. പാല് തിളച്ച് വരുമ്പോൾ ഒരു ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടണം. നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ബ്രൗൺ ആൻഡ് പോൾസൺ എന്ന് പറഞ്ഞിട്ടുള്ള കസ്റ്റർഡ് പൗഡറാണ്. ആ കസ്റ്റാർഡ് പാക്കറ്റ് മൊത്തമായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കണം കേട്ടോ. അതൊന്ന് നല്ല മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് നല്ല മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് 2 ലിറ്റർ പാലുള്ള വലിയ നമുക്ക് ഒഴിച്ചെടുക്കണം. ഒഴിച്ചെടുക്കുമ്പോൾ നല്ല മിക്സ് ചെയ്യണം കേട്ടോ. ഒഴിച്ചെടുക്കുമ്പോൾ മിക്സ് ചെയ്യണം. എന്നിട്ട് മിക്സ് അപ്പം ഞങ്ങൾക്ക് നാളേക്കില്ലേ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉമ്മച്ചി ലെഗ് മേടിച്ച് ചെറിയൊന്ന് തട്ടിക്കൂട്ടി ചിക്കൻ ലോലിപോപ്പ് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു സാധനം ചിക്കൻ ഉണ്ടാക്കി കുട്ടികൾക്ക് മാത്രമാണ് കേട്ടോ. അപ്പം നാളെ രാവിലെ ഇത് സെറ്റാക്കുള്ളൂ. അതിനു വേണ്ടി ഞങ്ങൾ റെഫ്രിജറേറ്ററിൽ വെക്കാണ്. നാളത്തേക്ക് വേണ്ടി ഞങ്ങൾ മസാല തേച്ച് വെച്ചു. ചിക്കന് മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചു. വീഡിയോ അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.